നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. വിധിയെപ്പോലും മാറ്റിമറിക്കുന്ന ചില നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകരുടെ കഷ്ടകാലം പൂർണ്ണമായും മാറുന്ന സമയമാണ്. ഇവരെ ജീവിതത്തിൽ ദൈവം കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായും ഇന്നു മുതൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകരുടെ ദുഃഖങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. വലിയ തോതിലുള്ള ഈശാന്യഗ്രഹങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഈ സമയങ്ങളിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ദീർഘനാളത്തെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഇവർക്ക് ജീവിതത്തിൽ നിന്നും മാറുന്നതായിരിക്കും. ദൈവം ഇവർക്ക് അനുഗ്രഹ വർഷം ചൊരിയുന്ന കാലഘട്ടവും സമയവും കൂടിയാണ്. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ച കൊണ്ടുവരുവാൻ കാരണമാകുന്നതായിരിക്കും. ഇന്ന് തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കിക്കാണാം. അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും അതുപോലെ തന്നെ ജീവിതത്തിലെ ഏത് വലിയ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരത്തിന് വേണ്ടി നമ്മളിവിടെ ഒരു പ്രത്യേക പൂജ ചെയ്യുന്നതായിരിക്കും. ആ പൂജയിൽ നിങ്ങൾക്ക് എല്ലാ വ്യക്തികൾക്കും പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിൽ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു വിളക്ക് തെളിയിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ പൂജ തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഈ പൂജയുടെ പേരിൽ ഒരു രൂപ പോലും നമ്മൾ വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികൾക്കും സൗജന്യകരമായിട്ട് ഈ പൂജയിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ട്. ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പേരും നാളും ആഗ്രഹവും എഴുതി അറിയിക്കുക. ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യങ്ങളും ധനാഭിവൃദ്ധിയും ധനൈശ്വര്യങ്ങളും കഷ്ടകാലങ്ങളെല്ലാം മാറി ദൈവം ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുന്ന ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ സകലവിധമായ കഷ്ടകാലങ്ങളും ദുരിതങ്ങളും അവസാനിച്ച് ജീവിതത്തിൽ മുന്നേറുന്ന സമയമാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ധാരാളം ലഭിക്കുന്നതായിരിക്കും. ഉറപ്പായും വലിയ തോതിലുള്ള മാറ്റത്തിന് വിധേയപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന മന്ത്രങ്ങൾ 108 തവണ ദിവസവും ജപിക്കുന്നത് ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശിവന് ധാര സമർപ്പിക്കുക. അതുപോലെ തന്നെ ഭസ്മാഭിഷേകം നടത്തുന്നതും ജീവിതത്തിൽ വലിയ തോതിലുള്ള ഐശ്വര്യങ്ങളും സാമ്പത്തിക ഉന്നതികളും ഉയർച്ചകളും ഉണർവും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കാരണമായി തീരുന്നതായിരിക്കും. അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബത്തെ സകല കഷ്ടതകളും ദുരിതങ്ങളും അകന്ന് ഈശ്വരൻ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. വ്യാപാര മേഖലകളിൽ ഉയർച്ചയും ഉന്നതികളും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഉള്ള സാഹചര്യങ്ങളും സമയങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് തെളിയുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലമായിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അതുപോലും ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ സകല കഷ്ടതകളും സാമ്പത്തികപരമായിട്ടുള്ള കഷ്ടതകളും ദുരിതങ്ങളും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ വന്നു ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ സാമ്പത്തികപരമായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വിട്ടൊഴിയുന്നതായിരിക്കും. വിധിയെപ്പോലും മാറ്റിമറിക്കുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് നിലവിൽ കാണുന്നത്. ആരൊക്കെ നിങ്ങൾ പരാജയപ്പെടുമെന്ന് പറഞ്ഞാലും ശരി, അതിനെല്ലാം മറികടന്ന് ജീവിതത്തിൽ മുന്നേറുവാൻ ഈ കാർത്തിക നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. സ്വപ്നതുല്യമായ നേട്ടങ്ങൾ മകയിരം നക്ഷത്ര ജാതകർ നേടിയെടുക്കുന്നതായിരിക്കും. ഭാഗ്യത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗങ്ങളുണ്ട്.
ഉറപ്പായും ഇന്ന് മുതൽ ഈ നക്ഷത്ര ജാതകരുടെ സകല ദുഃഖങ്ങളും വെടിഞ്ഞ് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും ഉന്നതികളും കാര്യവിജയങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിയുന്നതായിരിക്കും. ഉറപ്പായും ഈ നാളുകാരുടെ സകലവിധമായ കഷ്ടതകളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറി നല്ല രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല സമർപ്പിക്കുക, പാൽപ്പായസം നേർച്ച നേരുക. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഐശ്വര്യങ്ങളും ഉയർച്ചകളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ കൈവരിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാ കടാക്ഷങ്ങളും നിലനിൽക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടരുക. ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിത്യവും കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ സർവൈശ്വര്യം കൊണ്ടുവരുവാൻ കാരണമാകുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ സൗഭാഗ്യ കാലഘട്ടമാണ് പുണർദം നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ മാറും. എല്ലാവിധമായ കഷ്ടതകളും മാറി ഇനി അങ്ങോട്ട് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ സമയമാണ്. ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന സമയമാണ്. നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അവസാനിക്കുന്നതായിരിക്കും. മനസ്സിലെ ആകുലതകളും വിഷമതകളും ഡിപ്രഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും അകലുന്നതായിരിക്കും. ഉള്ളിലെ ഭയങ്ങളൊക്കെ പൂർണ്ണമായും എടുത്ത് മാറ്റി നിർത്തുക. നിങ്ങൾക്ക് ഉറപ്പായും ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നേടിയെടുക്കുവാനും കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത് പൂയം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവന്നു ചേരുന്ന സമയമാണ്. ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. സകല ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്നുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും. ഉറപ്പായും എല്ലാവിധമായ സൗഭാഗ്യത്തിലും രാജകീയമായുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് പൂർണ്ണമായും ദുഃഖങ്ങൾ മാറുന്നതായിരിക്കും. ഈ നാളുകാരുടെ സകല കഷ്ടതകളും മാറി നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളാണ് കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നത്. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഇന്ന് മുതൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ദുഃഖങ്ങളിൽ നിന്നും കരകയറുവാനും എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ കാരണമായി തീരുന്ന സമയമൊക്കെയാണ്. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക, ശിവന് ധാര നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധമായ ദുഃഖ ദുരിതങ്ങളും സർവേശ്വരൻ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. സർവേശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ ഒരു സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും പ്രതിസന്ധികളും ആകുലതകളും വിഷമങ്ങളും എല്ലാം മാറുന്ന സമയമാണ്. ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് ഉണ്ടാകുന്നത്. ദിനം പ്രതി സർവ്വ ഐശ്വര്യങ്ങളും ദിനം പ്രതി ഐശ്വര്യങ്ങളും വർദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് നിങ്ങൾ. ഉറപ്പായും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും വന്നു ചേരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിത ഉയർച്ചയാലും വാഴുവാനുള്ള യോഗങ്ങളും ഭാഗ്യങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരിക തന്നെ ചെയ്തായിരിക്കും. എല്ലാവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇന്നു മുതൽ ഇവർക്ക് അവസാനിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ജീവിത ഉയർച്ചയുടെയും രാജകീയമായ ജീവിതത്തിൻ്റെയും സമയമാണ്. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും.